തത്തപ്പനങ്കിളിയെ നിൻ കൂടെ പോരിണയോ നിൻ കൂടെ പോന്നാല് കാലിന് പൊന്നണിയ കാലിന് പൊന്നണിഞ്ഞാൽ ചിക്കിപ്പേറുക്കണ്ടയോ തത്തപ്പനങ്കിളിയെ നിൻ കൂടെ പോരിണയോ നിൻ കൂടെ പോന്നാല് ചിറകിനും പൊന്നണിയ ചിറകിന് പൊന്നണിഞ്ഞാൽ പാറിപ്പറക്കണ്ടയോ തത്തപ്പനങ്കിളിയെ നിൻ കൂടെ പോരിണയോ നിൻ കൂടെ പോന്നാല് ചുണ്ടിന് പൊന്നണിയ ചുണ്ടിന് പൊന്നണിഞ്ഞാൽ കൊത്തിപ്പേറുക്കണ്ടയോ തത്തപ്പനങ്കിളിയെ നിൻ കൂടെ പോരിണയോ. Good morning, my dear children. How are you? Fine. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? സുഖമായിട്ടാണ് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. All of you had your breakfast? കഴിച്ചോ? ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കഴിച്ചത്? ഓക്കെ. കുളിച്ചു എല്ലാവരും? കുളിച്ചു. യൂണിഫോം ആണോ? ഇല്ല, യൂണിഫോം നമുക്ക് ഇടണ്ടല്ലേ. യൂണിഫോം നമുക്ക് ഗൂഗിൾ മീറ്റിൽ മാത്രം ഇട്ടാൽ മതി. ഇപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ വീട്ടിൽ ഇരുന്ന് നോക്കി കാണുകയും കേട്ട് മനസ്സിലാക്കുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് യൂണിഫോം നമുക്ക് ഗൂഗിൾ മീറ്റിൽ മാത്രം മതി. ഓക്കെ, ശരി, എന്നാൽ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ഇന്ന് എന്താണ് ഡേറ്റ്? 24/6/2021 അല്ലേ? 24/6/2021. This day is today. Today is Thursday. Thursday എന്താണ്? വ്യാഴം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മലയാളം ക്ലാസ്സിൽ. നമ്മൾ മലയാളത്തിൽ ഇവിടെ ഡേയ്സ് പറയണം അല്ലേ? വ്യാഴം, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ആദ്യത്തെ ദിവസം, ആഴ്ചയിൽ ആദ്യത്തെ ദിവസം ഞായർ, അവസാനത്തെ ദിവസം ശനി. ഇന്ന് വ്യാഴം, തേഴ്സ്ഡേ, വ്യാഴം. മലയാളം നിങ്ങളുടെ പ്രിയപ്പെട്ട ഗീതി ടീച്ചർ. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ലെസൺ പഠിപ്പിച്ചു. എൻ്റെ വല്യമ്മ എന്ന് പറയുന്നൊരു ലെസൺ പഠിപ്പിച്ചു. നല്ലോണം എല്ലാവരും വായിച്ചു കേൾപ്പിച്ചു തന്നു. എല്ലാവർക്കും അറിയാം. ടീച്ചർ 1-2 ക്വസ്റ്റ്യൻസും മീനിങ്സും ഒക്കെ തന്നു. ടീച്ചർ ഇന്ന് അതിന് മുന്നേ ആയിട്ട് സ്വര ചിഹ്നങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ റീക്യാപ്പ് ടൈമിൽ ഒന്ന് ഓടിച്ചു പോയതേ ഉള്ളൂ. ഇന്ന് മുതൽ നമുക്ക് 4 അക്ഷരങ്ങൾ വീതം വെച്ച് പഠിച്ചു പോകാം. സ്വരാക്ഷരങ്ങൾ അറിയാലോ. ഏതൊക്കെയാണ് സ്വരാക്ഷരങ്ങൾ? ആ, ആ, ഇ, ഈ, ഉ, ഊ, ഇർ, എ, ഐ, ഒ, ഔ, ആഹ, അറിയാലോ. അത് നമ്മൾ ഇന്ന് എടുക്കുന്ന 4 സ്വരാക്ഷരങ്ങളാണ്. 4 അക്ഷരങ്ങൾ. ആ, ഇ, ഈ. ആ, ഇ, ഈ. ആ, ഇവിടെ ടീച്ചർ 5 അക്ഷരങ്ങൾ എഴുതുന്നുണ്ട്. ക, ച, ഡ, ത, പ. കണ്ടോ? ഇവിടെ ഒരു ചിഹ്നമൊന്നുമില്ല, സ്വരചിഹ്നമൊന്നുമില്ല. ഇവിടെ പ്രത്യേക സപ്പോർട്ടൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഓരോ അക്ഷരങ്ങളാണ്. ക, ച, ഡ, ത, പ. കണ്ടോ? ഇതെല്ലാം വ്യഞ്ജനാക്ഷരങ്ങളാണ്. വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ഇവിടെ സ്വരചിഹ്നങ്ങളുടെ ഈ ആ വരുമ്പോൾ ഇതിങ്ങനെ പ്രത്യേകം നിൽക്കുന്ന, സപ്പോർട്ടൊന്നും ഇല്ലാതെ പ്രത്യേകം നിൽക്കുന്ന അക്ഷരങ്ങളാണ്. ഇപ്പൊ ക, കര. ച, എന്തോ എഴുതും? ചക്ക. ഡ, വട. ത, തല. പ, പറ. കണ്ടോ? 2 അക്ഷരം വീതം വരുന്ന വാക്കുകൾ മതി. അവിടെ ഒന്നും നമുക്ക് ഒരു സപ്പോർട്ടും വേണ്ട. വെച്ചുള്ള 2 വാക്കുകൾക്ക് പറയാറിയല്ലോ. അറ, അട, അരം, അമ്മ. അറിയാലോ എല്ലാവർക്കും. അടുത്തത് നോക്കൂ. ആക്കിടുന്ന സ്വരചിഹ്നം ഇതാണ്. കണ്ടോ? ഇങ്ങനെയുള്ള സ്വരചിഹ്നമാണ് ഇടുന്നത്.
നമ്മൾ ക എന്നുള്ള അക്ഷരത്തോടുകൂടി ഒരു ഈ സ്വരചിഹ്നം, ഈ സ്വരാക്ഷരത്തിന്റെ ആയുടെ സ്വരചിഹ്നം വരുമ്പോൾ കായാകുന്നു. ഈ കായും ഈ ആയും കൂടി ചേർന്നാണ് കായാകുന്നത്. പക്ഷെ നമുക്ക് ഈ ആ ഇവിടെ എഴുതാൻ പറ്റത്തില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ആയുടെ സ്വരചിഹ്നം. കാ, ചാ, ഡാ, താ, പാ. നിങ്ങളെ ടീച്ചർ പറഞ്ഞുതരാം. ആ ഇതിന്റെ സ്വരചിഹ്നമാണ്, അറിയാലോ, ഈ അടയാളം, ഈ ചിഹ്നം. കാ, ചാ, ഡാ, താ, പാ. അടുത്ത് നോക്കൂ, ഈ കിടുന്നത് വള്ളി അല്ലേ? വള്ളി അറിയാലോ, ഈ വള്ളി. കീ എന്നുള്ള ഈ കായുടെ കൂടെ നമുക്ക് ഈ ചേർക്കാം. കായും ഈയും കൂടി ചേർക്കുമ്പോൾ കീ ആവും. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ ഈ കായും ഈയും കൂടെ എഴുതത്തില്ല. പകരം കായ എഴുതിയിട്ട് നമുക്ക് ഈയുടെ സ്വരചിഹ്നമായി ഈ വള്ളിയാണ് ഉപയോഗിക്കുന്നത്. കീ, ചി, ഡി, ടി, പി. മനസ്സിലായല്ലോ? അടുത്ത ഈ പറയുമ്പോ എന്താണ്? ഈ അടയാളം അറിയാലോ, ചുറ്റിക്കെട്ട് വഴി അല്ലേ? കീ, ചി, ഡി, ടി, പി. കണ്ടോ? ഇനി നമുക്ക് ഈ ആ വെച്ച് പറഞ്ഞല്ലോ, ക, ച, ഡ, ത, പ. ആ വെച്ച് നമ്മൾ രണ്ട് വാക്കുകൾ പറഞ്ഞു. എന്തൊക്കെ ആ വെച്ച് പറഞ്ഞ? ആ വെച്ച് രണ്ട് വാക്കുകൾ പറയാൻ പറ്റും. നമ്മൾ എന്തൊക്കെ പറയും? അമ്മ, അരം, അട, അറ, അല, ഇങ്ങനെ പറയും അല്ലേ? അതുപോലെ തന്നെ വേറെ രണ്ട് വാക്കുകൾ ചേരുന്ന രണ്ടക്ഷരം വരുന്ന വാക്കുകൾ നമ്മൾ ഇതൊക്കെ പറയും. കര, കര, തറ, തറ, പറ, പറ ആണല്ലോ. ഇനി ആ വെച്ച് വരുമ്പോഴാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആമ, ആന, ആട്, ആല അല്ലേ? ഇതൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ പഠിച്ചു തന്നെയാണ്. ഇനി ആ ദീർഘം വെച്ചിട്ട് നമ്മൾ ചേർക്കുമ്പോൾ ഈ സ്വരചിഹ്നം, ആയുടെ സ്വരചിഹ്നം അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാ എഴുതുന്നത്? കാലം, താലം, മാല, പാത. ഓക്കെ, അതൊക്കെ അറിയാലോ. പാലം ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. ഇനി ഈ വെച്ചാണെങ്കിൽ എന്തെഴുതും? ഈ വെച്ച് ഇല, ഇര, ഇമ, ഇണ ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. നമ്മൾ ആ സ്വരചിഹ്നം ചേർത്ത് എങ്ങനെ എഴുതും? കിളി എഴുതത്തില്ലേ? പിന്നെ എന്തെഴുതാം? വിതറി, വിരിഞ്ഞു, എല്ലാം ഈ വരുന്ന ഇതാണ്. അടുത്തത് ഈ വെച്ചാണെങ്കിൽ നമ്മൾ ഈണം, ഈണം, ഈറ, ഈച്ച ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഈ വെച്ചിട്ട് സ്വരചിഹ്നം ഉപയോഗിച്ചിട്ടാണെങ്കിൽ കീരി, പീലി, നീല ഇതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ടീച്ചർ ഒന്ന് റിവൈസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതെല്ലാവരും മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ കോപ്പി ബുക്ക് ഉണ്ടല്ലോ, കോപ്പി ബുക്കിനകത്ത് ഇത് ടീച്ചർ ഇന്ന് കോപ്പി ബുക്കിൽ എഴുതിയിട്ടേക്കാം ഒരു പേജ്. അതുപോലെ നോക്കി എല്ലാവരും കോപ്പി എഴുതി നല്ല നീറ്റായിട്ട് പിടിച്ചെടുക്കണം. ഓക്കെ, ഇനി നമ്മുടെ ലെസൺ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് എൻ്റെ വല്യമ്മ എന്ന് പറയുന്ന ഒരു ലെസൺ ആയിരുന്നു. അതിലെ കുറച്ച് കാര്യങ്ങൾ ദിയയും ദിയയുടെ അമ്മുമ്മയും തമ്മിലുള്ള സംഭാഷണമായിരുന്നു. ദിയയ്ക്ക് ഏറ്റവും ഇഷ്ടം അമ്മുമ്മയാണെന്ന് നമ്മൾ പഠിച്ചു. അമ്മുമ്മ ദിയയ്ക്ക് കഥകൾ പറഞ്ഞു കൊടുക്കും, നല്ല നല്ല പാട്ടുകൾ പാടും, ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. ദിയയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദിയയെ പഠിപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും ആഹാരം കൊടുക്കുന്നതും ഒക്കെ അമ്മയാണ്. ദിയ പ്രാർത്ഥിക്കാനിരിക്കുന്നത് ആരോടൊപ്പമാണ്? അമ്മുമ്മയോടൊപ്പമാണ്. നമുക്കും എല്ലാവർക്കും നമ്മളെ അമ്മുമ്മമാരെ ഭയങ്കര ഇഷ്ടമാണല്ലേ? അമ്മുമ്മമാർ നമുക്ക് കഥ പറഞ്ഞു തരും, പാട്ട് പാടിത്തരും അല്ലേ? എല്ലാവരും അമ്മുമ്മയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരാണ്. ഓക്കെ, അപ്പം ടീച്ചർ ടെക്സ്റ്റ് വായിച്ച് കുറച്ച് എക്സസൈസ് ഒന്ന് പറഞ്ഞുതരാം. 2 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അതൊക്കെ ടീച്ചർ എഴുതി തരാം. നോക്കൂ, സ്വരചിഹ്നങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ച സ്വരാക്ഷരങ്ങൾ അ, ആ, ഇ, ഈ, അ, ക, ച, ഡ, ത, പ. ആ, ക, ച, ഡ, ത, പ. ഇ, കി, ചി, ഡി, ടി, പി. ഈ, കി, ചി, ഡി, ടി, പി. കണ്ടോ? ഇനി കാ കൊണ്ടുള്ള കായുടെ കൂടെ സ്വരചിഹ്നങ്ങൾ ചേർത്ത് എഴുതിയിരിക്കുകയാണ്. ക, കാ, കി, കീ. ഇത് നിങ്ങൾ കോപ്പി ബുക്കിൽ നന്നായിട്ട് പകർത്തി ഒരു പേജിൽ എഴുതണം കേട്ടോ. ക, കാ, കി, കീ. ഇത് നന്നായിട്ട് കോപ്പി ബുക്കിൽ എഴുതണം എല്ലാവരും. ഓക്കെ, ഇനി അടുത്തത് ടീച്ചർ 2 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അത് പറഞ്ഞുതരാം. അത് നിങ്ങൾ നോക്കി എഴുതണം. ഇവിടെ 2 ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. നോക്കുന്നു, ഉത്തരം എഴുതുക. ആരാണ് ദിയയെ കുളിപ്പിക്കുന്നത്? അത് നമുക്ക് ഒറ്റ വാക്കിൽ എഴുതാം. അമ്മ. അമ്മയാണ് ദിയയെ കുളിപ്പിക്കുന്നത്. എളുപ്പമാണ് ഇത് ആൻസർ എഴുതാം. ആരാണ് ദിയയെ കുളിപ്പിക്കുന്നത്? അമ്മ എന്ന് എഴുതിയാൽ മതി. ശരി തന്നെയാണ്, അമ്മയാണ് ദിയയെ കുളിപ്പിക്കുന്നത്. രണ്ടാമത്തെ,
അമ്മുമ്മ എന്തെല്ലാം കാര്യങ്ങളാണ് ദിയയ്ക്ക് പറഞ്ഞു കൊടുത്തത്? അമ്മുമ്മ എന്തെല്ലാം കാര്യങ്ങളാണ് ദിയയ്ക്ക് പറഞ്ഞു കൊടുത്തത്? എന്തെല്ലാമാണ്? നല്ല നല്ല പാട്ടുകൾ, കഥകൾ, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എന്തൊക്കെയാണ്? നല്ല നല്ല പാട്ടുകൾ, കഥകൾ, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നോക്കൂ, ഇത് നോട്ടിൽ തന്നിട്ടുണ്ട് ടീച്ചർ. ടെക്സ്റ്റിൽ എക്സസൈസ് ആണ്. അർത്ഥം എഴുതുക. ഇഷ്ടം, ഇഷ്ടം എന്ന് പറഞ്ഞ സ്നേഹം. ശ്രദ്ധാപൂർവം, സൂക്ഷ്മതയോടുകൂടി വളരെയധികം ശ്രദ്ധിച്ച് ഇഷ്ടം, ശ്രദ്ധാപൂർവം. പിരിച്ചെഴുതുക. രണ്ട് വാക്കുകൾ, ഒരു വാക്ക് ചേർന്നിരിക്കുമ്പോൾ രണ്ട് വാക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ പിരിച്ചെഴുതുക എന്ന് പറയുന്നത്. ഇവിടെ പ്രായമാകുമ്പോൾ, പ്രായം പ്ലസ് ആകുമ്പോൾ, കണ്ടോ? പ്രായം പ്ലസ് ആകുമ്പോൾ എന്നാണ്, പ്രായമാകുമ്പോൾ. അടുത്തെത്തുക, അടുത്ത് പ്ലസ് എത്തുക, അടുത്തെത്തുക, അടുത്ത് പ്ലസ് എത്തുക. കണ്ടോ? ഇതൊക്കെ നോട്ടിൽ ടീച്ചർ തന്നിട്ടുണ്ടേ. അടുത്ത് പൂരിപ്പിക്കുക. ദിയയ്ക്ക് ഏറ്റവും ഇഷ്ടം അമ്മുമ്മയോടാണ്. മാതാപിതാക്കളെ നാം സ്നേഹിക്കണം അല്ലെങ്കിൽ ബഹുമാനിക്കണം. ഇതിലേത് വേണം? ബഹുമാനിക്കണം എന്നാണ് നമ്മൾ നോട്ടിൽ എഴുതിയിരിക്കുന്നത് അല്ലെ? മാതാപിതാക്കളെ നാം ബഹുമാനിക്കണം. പ്രായമാകുമ്പോൾ ശരീരം ക്ഷീണിക്കും, നടക്കാൻ കഴിയാതാവും. പ്രായമാകുമ്പോൾ ശരീരം ക്ഷീണിക്കും, നടക്കാൻ കഴിയാതാവും. ഇതൊക്കെ നമ്മൾ നോട്ടിൽ എഴുതിയിട്ടുണ്ട് ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ 2 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് ടീച്ചർ ഇപ്പം നോട്ടിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാം മനസ്സിലായല്ലോ? ടീച്ചർ ടെക്സ്റ്റ് വായിച്ചതും നോട്ട് വായിച്ചതും എല്ലാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെയും ബൈ. താങ്ക് യു. Good morning, my dear kids. Today's date is 24/6/2021. Okay, and Thursday. How many days are there in a week? There are 7 days in a week. They are Sunday, Monday, Tuesday, Wednesday, Thursday, Friday, and Saturday. Okay. Today we are going to learn a new lesson that is about train. Okay. The name of the lesson is Chuk Chuk Train. Shall we sing one rhyme regarding the train? Ready? My little train goes chuck 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 chuck. Through the day and night it goes chuck 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 chuck. Hoo hoo, hoo hoo. Through the mountains and the valleys chuck 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 chuck. Faster than the wind it goes chuck 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 chuck. Hoo hoo, hoo hoo. Through the trees and plants it goes chuck 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 chuck. Between the fields it goes chuck 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 chuck. Hoo hoo, hoo hoo. Oh, the brooks and bridges it goes chuck 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 chuck. Faster than the vehicles it goes chuck 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 chuck. Hoo hoo, hoo hoo. Okay, hope you enjoyed this rhyme. All of you take out your textbook. Shall we start reading? Okay, see. Shall we read the textbook? Okay. Chukku Chukku Chuk Chuk was a red toy train. Chuk Chuk എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു red toy train ആണ്. Who was Chuk Chuk? A red toy train. It has a powerful headlight, bell, 3 carriers and many strong wheels. അപ്പോൾ ഈ റെഡ് ടോയ് എന്ന് പറഞ്ഞ ട്രെയിനിന് എന്തൊക്കെ ഉണ്ടായിരുന്നു? പവർഫുൾ ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നു. കണ്ടോ? ഹെഡ്ലൈറ്റ് ഉണ്ടോ? പവർഫുൾ ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നു, ബെൽ ഉണ്ടായിരുന്നു, പിന്നെ എന്തുണ്ട്? 3 കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഗികൾ. ആൻഡ് മെനി സ്ട്രോങ് വീൽസ്, അതുപോലെ ഒരുപാട് സ്ട്രോങ് വീൽസും ഉണ്ടായിരുന്നു. വെൻ എവർ ചുക് ചുക് മൂവ്, എപ്പോഴാണോ ചുക് ചുക് മൂവ് ചെയ്യുന്നത്, ദ ഹെഡ്ലൈറ്റ് ഷോൺ ബ്രൈറ്റ്ലി. ഓക്കെ, ഹെഡ്ലൈറ്റ് എന്ത് ചെയ്യും? കത്തുമായിരുന്നു, നന്നായിട്ട് നല്ല തെളിഞ്ഞു കത്തുമായിരുന്നു.
ആൻഡ് ദ ബെൽ റാങ് ലൗഡ്ലി. ബെല്ല് എങ്ങനെ ഒച്ചത്തിൽ ബെല്ലും റാങ് ചെയ്യും, ബെല്ലും അടിക്കുമായിരുന്നു. മനസ്സിലായോ ഇത്? once again, one more time. Chuk Chuk was a red toy train. It had a powerful headlight, a bell, 3 carriers, and many strong wheels. Whenever Chuk Chuk moved, എപ്പോഴാണോ ചുക് ചുക് മൂവ് ചെയ്യുന്നത്, the headlight shone brightly. അല്ലേ, ഹെഡ്ലൈറ്റ് എന്ത് ചെയ്യും? നന്നായിട്ട് തിളങ്ങി കത്തുമായിരുന്നു. The bell rang loudly. ബെൽ എന്ത് ചെയ്യായിരുന്നു? നല്ല ഉച്ചത്തിൽ കരയുമായിരുന്നു. Okay. All the children passing saw it in the shop window. Shop window. All the children. എല്ലാ കുട്ടികളും പാസിംഗ് ബൈ, അവിടെ കൂടെ നടന്നു പോകുന്ന കുട്ടികളെല്ലാവരും ആരെ കാണുമായിരുന്നു? ഈ റെഡ് ടോയെ കാണുമായിരുന്നു. All the children passing by saw it in the shop window. They would stop to എന്ത് ചെയ്യുമായിരുന്നു? Look at it and scream. അവര് ട്രെയിനിനെ നോക്കിയിട്ട് എന്ത് ചെയ്യായിരുന്നു? നോക്കി നിൽക്കുമായിരുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ ടോയ് ട്രെയിൻ എന്നിട്ട് പറയുമായിരുന്നു അല്ലേ, എന്നിട്ട് സ്ക്രീം ചെയ്യുമായിരുന്നു, ഒച്ചത്തിൽ പറയുമായിരുന്നു, എന്ത് നല്ല മനോഹരമായ ട്രെയിനാണിത് അല്ലേ. വാട്ട് എ ബ്യൂട്ടിഫുൾ ട്രെയിൻ. ലുക്ക് ഹൗ ക്വിക്ക്ലി ഇറ്റ് മൂവ്സ്. നോക്കുക എന്ത് സ്പീഡിലാണ് അത് പോകുന്നത് അല്ലേ. ഓൺ ദ റെയിൽവേ ട്രാക്ക്. അപ്പോൾ ഈ ട്രെയിൻ ഏതിൽ കൂടിയാണ് പോകുന്നത്? റെയിൽവേ ട്രാക്കിൽ കൂടിയാണ് ട്രെയിൻ പോകുന്നത്. വെൻ ചുക് ചുക് ഹേർഡ് ദീസ് വേർഡ്സ് ഓഫ് പ്രൈസ്. അപ്പോൾ ചുക് ചുക് എന്ത് ചെയ്യും? ഈ പറയുന്നത് കേൾക്കുമ്പോൾ അതെന്ത് ചെയ്യും? ഇറ്റ് ബിക്കം വെരി പ്രൗഡ്. അത് വളരെ അഭിമാനത്തോടെ നിൽക്കും. ഓക്കെ, അഭിമാനത്തോടെ ആര് നിൽക്കും? നമ്മുടെ ചുക്കു ചുക്കു ട്രെയിൻ. ഒന്നുകൂടെ നമുക്ക് വായിക്കാം ടെക്സ്റ്റ്. Chukku Chukku was a red toy train. It had a powerful headlight, bell, 3 carriers, and many strong wheels. Whenever Chukku Chukku moved, the headlight shone brightly, and the bell rang loudly. Okay. ഇതിലെ ഹാർഡ് വേർഡ്സ് ഏതൊക്കെയാണ് നോക്കിയേ? പവർഫുൾ, ഹെഡ്ലൈറ്റ്, carriers, then strong, headlight, brightly. Okay, മനസ്സിലായോ? പവർഫുൾ സ്പെല്ലിംഗ് ഓക്കെ, POWERFUL, പവർഫുൾ. ഹെഡ്ലൈറ്റ്, HEADLIGHT, ഹെഡ്ലൈറ്റ്. കാരിയർ, CARRIAGES, strong, STRONG, strong. Headlight, HEADLIGHT. Brightly, BRIGHTLY, brightly. Okay, ആദ്യത്തെ പാരഗ്രാഫ് എല്ലാവരും വായിച്ചല്ലോ. ഓക്കെ, നെക്സ്റ്റ് ലൈൻ. All the children passing by saw it in the shop. They would stop to look at it and scream. Okay, and scream. What a beautiful toy train. അല്ലേ, അവരെന്ത് പറയും? What a beautiful toy train. Look how quickly it moves on the railway track. When Chuk Chuk heard these words of praise, പുകഴ്ത്തി പറയുന്ന കേൾക്കുമ്പോൾ he became very proud. അല്ലേ, അത് വളരെ അഭിമാനത്തോടെ ഇരുന്നു. ഇനി ഇതിലെ പാസിംഗ് ഹാർഡ് വേർഡ്സ് ഏതൊക്കെയാണ്? ക്വിക്ക്ലി, ബ്യൂട്ടിഫുൾ, സ്ക്രീം, പ്രൗഡ്, പ്രൈസ്. ഓക്കെ, ഇതിലെ വേർഡ്സ്. പാസിംഗ്, PASSING, സ്ക്രീം, SCREAM, ബ്യൂട്ടിഫുൾ, BEAUTIFUL, ക്വിക്ക്ലി, QUICKLY, പ്രൗഡ്, PROUD, പ്രൈസ്, PRAISE. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് ഇതിലെ ഹാർഡ് വേർഡ്സ് ടെക്സ്റ്റ് നോട്ട് പാഠത്തിൻ്റെ പേരെഴുതി എഴുതാം. ഓക്കെ. Good morning, my dear children. Good morning, my dear children. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലല്ലേ? ഫ്രഷ് ആയിട്ട് വന്നോ?
വെള്ളമൊക്കെ കുടിച്ചിട്ട് എല്ലാവരും രണ്ടാമത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ് അല്ലേ? നേരത്തെ ടീച്ചർ ക്ലാസ്സിൽ വന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് തന്നെ പോകാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് EVS ആണ്. എന്താണ് EVS? ലിസൺ ഹിയർ. നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ ടീച്ചർ കഴിഞ്ഞ ക്ലാസ് വന്നപ്പോൾ പറഞ്ഞു. EVS സബ്ജക്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഏതാണ്? ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഒരു ലെസൺ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് അല്ലേ? ഹ്യൂമൻ ബോഡി, നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങൾ, അവയവങ്ങൾ, ഒരുപാട് മെനി പാർട്സ്, ധാരാളം പാർട്സ് ചേർന്നതാണ് നമ്മുടെ ശരീരം. ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ തന്നെ ധാരാളം ഭാഗങ്ങൾ ഉണ്ട്. ഓരോ പാർട്സിനും ഓരോരോ ജോലികളാണുള്ളത്. ഓരോ പാർട്സ്, ഇപ്പോൾ ഹാൻഡ്സ്, ലെഗ്സ്, ഐസ്, നോസ്, ഇയേഴ്സ്, ഇതിനെല്ലാം ഓരോരോ ജോലികളുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ണുപയോഗിച്ച് വി സീ വിത്ത് അവർ ഐസ്, വി സ്മെൽ വിത്ത് അവർ നോസ്, വി ഹിയർ വിത്ത് അവർ ഇയേഴ്സ്, വി ടേസ്റ്റ് വിത്ത് അവർ ടങ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് നമ്മുടെ ഹാൻഡ്സ് ഉപയോഗിച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു അല്ലേ? സാധനങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് കൈ ഉപയോഗിച്ചിട്ടാണ്. ഇനി നമ്മുടെ ആംസ്, ഷോൾഡർ, ഹാൻഡ്സ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഹാൻഡ്സ്, ഇങ്ങനെ ഒരു സാധനം പുള്ളി ചെയ്യാനോ പുഷ് ചെയ്യാനോ പുള്ളി ചെയ്യാനോ ഒക്കെ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ ത്രോ ചെയ്യാൻ, എറിയാനോ ഒക്കെ പറ്റുന്നത് ആംസ്, ഷോൾഡർ, ഹാൻഡ്സ് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ലെഗ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? കാലുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? കളിക്കാൻ പറ്റുന്നു അല്ലെ? നടക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ കാൽ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ പല ഗെയിംസിൽ പലതരത്തിലും നമുക്ക് പല കളികൾ കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ കാലുകളാണ് നമ്മെ സഹായിക്കുന്നത് അല്ലെ? അപ്പൊ ഇവയെല്ലാം കൂടെ ഒരു ദിവസം എല്ലാം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് നമ്മുടെ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ചാണ്. ഓക്കെ, പിന്നെ എന്താണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ? പിന്നെ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുറച്ച് അതിനോടനുബന്ധിച്ച് വരുന്ന കുറച്ച് 2-3 പോയിന്റ്സ് ആണ്. അതിനുമുമ്പ് ഇന്ന് പഠിക്കുന്ന ഭാഗത്തിന്റെ ന്യൂ വേർഡ്സ് നമുക്കൊന്ന് നോക്കാം. കംപ്ലീറ്റ് മീ. നോക്കൂ. സ്റ്റാൻഡ്, STAND, സ്റ്റാൻഡ്. നീസ്, KNEES, നീസ്. സെൻസ് ഓർഗൻസ്, SENSEORGANS, സെൻസ് ഓർഗൻസ്. Smell, SMELL, smell. Tongue, TONGUE, tongue. Back, BACK, back. Sound, SOUND, sound. Feel, FEEL, feel. ഒന്നുകൂടെ പറയാം. Listen here. Stand, knees, sense organs, smell, tongue, back, sound, feel. ഇതിന്റെ ഒക്കെ മീനിങ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നു അല്ലേ? സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു, മുന്നോട്ട് കുനിയാൻ പറ്റുന്നു, പുറകോട്ട് ബാക്കിലോട്ട് പോകാൻ പറ്റുന്നു അല്ലേ? ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന എന്താണ്? നമ്മുടെ ബാക്ക്. അവർ ബാക്ക് ഹെൽപ്പ് us to stand straight and bend forward and backward. നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ബാക്ക് അല്ലേ? നമ്മുടെ ബാക്ക് ആണ് നമ്മുടെ ഹെൽപ്പ് us to stand, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നിൽക്കാനും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനും ബെൻഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഇതിനൊക്കെ സഹായിക്കുന്നത്. പിന്നെ എന്താണ്? പിന്നെ അതുപോലെ നമ്മുടെ കാലുകൾ എന്താ ചെയ്യുന്നത്? അവർ നീസ് ഹെൽപ്പ് us to bend down, squat and kneel. അത് ടീച്ചർ ടെക്സ്റ്റ് നോക്കി കാണിക്കുമ്പം അതിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് ടീച്ചർ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. നമ്മുടെ കാൽമുട്ടുകൾ, അതാണ് നീസ് എന്ന് പറയുന്ന കാൽമുട്ടുകൾ, KNEES, നീസ്. അടുത്ത എന്താണ്? അവർ നെക്ക് ഹെൽപ്പ് us to turn. നമ്മുടെ നെക്ക് എന്താണ്? കഴുത്ത് അല്ലേ? നെക്ക് ഹെൽപ്പ് us to turn ഹെഡ് ഫ്രം സൈഡ്. നമ്മുടെ കഴുകിനെയൊക്കെ തിരിക്കാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കാൻ പറ്റുന്നത് നമ്മുടെ നെക്കിന്റെ ഹെൽപ്പ് കൊണ്ടാണ്. ഇനി നമുക്ക് പിന്നെ 5 സെൻസ് ഓർഗൻസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങും. സെൻസ് ഓർഗൻസ് ഏതൊക്കെയാണ്? ഐസ്, നോസ്, ഇയേഴ്സ്, ടങ് ആൻഡ് സ്കിൻ. ദീസ് ആർ അവർ സെൻസ് ഓർഗൻസ്. ഓരോ സെൻസ് ഓർഗൻസത്തിനും ഓരോ ജോലികളുണ്ട്. ഫസ്റ്റ് വൺ, ഐസ്. We see with our eyes. And second, nose. We smell with our nose. And third, ears.
we hear with our ears, and fourth, tongue, we taste with our tongues, and finally our skin. Skin എന്താണ്? ഫീൽ, ടച്ച്, നമ്മുടെ സ്പർശനമൊക്കെ അറിയാൻ പറ്റുന്നത് സ്കിൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഇതാണ് ഇന്നത്തെ ക്ലാസ്. ഇനി ടീച്ചർ ടെക്സ്റ്റ് നോക്കി വായിച്ച് പറഞ്ഞു തരാം. ഓക്കെ, നോക്കൂ. Our back help us to stand straight and to bend forward and backward. ഒന്നുകൂടെ. Our back help us to stand straight and to bend forward and backward. നമ്മുടെ ബാക്ക് ആണ് നമ്മളെ സഹായിക്കുന്നത് സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനും, ആൻഡ് ടു ബെൻഡ് മുന്നോട്ടും പുറകിലോട്ടും തിരിയാനും ഒക്കെ നമുക്ക് എന്താണ് വളയാനും ഒക്കെ സഹായിക്കുന്ന നമ്മുടെ ബാക്ക് ആണ്. ഇവിടെ കണ്ടോ എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇതെന്താണ്? സ്റ്റാൻഡ് അല്ലെ, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു. ഇത് എന്താണ്? ഫോർവേഡ്, മുന്നിലോട്ട് കുനിയുന്നു. ഇതാണെങ്കിലോ പുറകിലോട്ട് പോകുന്നു. കണ്ടോ? ബെൻഡ്, പുറകിലോട്ട് വളയുന്നു. ഇത് മുന്നിലോട്ട് വളഞ്ഞു വരുന്നു. Our knees help us to bend down, squat and kneel. നമ്മുടെ knees ആണ്, മുട്ടുകളാണ് നമ്മളെ എന്ത് ചെയ്യാൻ ബെൻഡ് ഡൗൺ, കുനിയാൻ സഹായിക്കുന്നത്, സ്ക്വാറ്റ് ചെയ്യാനും നീലും. ഇനി എന്താണ് സ്ക്വാറ്റ് നീൽ? ടീച്ചർ കാണിച്ചത് പിക്ചർ നോക്കൂ. കണ്ടോ? ഈ കുട്ടി ബോൾ എടുക്കുകയാണ് അല്ലെ, ബെൻഡ്, വളയുക. അപ്പൊ എന്താണ്? കാൽമുട്ട് ഇങ്ങനെ വളയുന്നുണ്ടോ? ഇനി ഇതാണ് സ്ക്വാറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ഈ കാൽമുട്ടുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് സ്ക്വാറ്റ് എന്ന് പറയുന്നത്. ഇത് നീൽ, കാൽമുട്ട് മടക്കി വെച്ചിട്ട് മുന്നോട്ട് ഇരിക്കുന്നതിനാണ് നമ്മൾ നീൽ എന്ന് പറയുന്നത്. അപ്പൊ ബെൻഡ്, സ്ക്വാറ്റ്, നീൽ. ക്ലിയർ? നെക്സ്റ്റ്, our neck helps us to turn our head from side to side. സൈഡിലോട്ടൊക്കെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിയാൻ സഹായിക്കുന്ന നമ്മുടെ നെക്ക്, കഴുത്താണ്. Eyes, nose, ears, skin and tongue are our sense organs. നമ്മുടെ സെൻസ് ഓർഗൻസ് ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു. Eyes, nose, ears, skin and tongue. നോക്കൂ, ടങ്, ഇയേഴ്സ്, നോസ്, സ്കിൻ, ഐസ്, ഇതൊക്കെ നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ്. നോക്കൂ, ഹൗ അവർ സെൻസ് ഓർഗൻ ഹെൽപ്പ് us. നമ്മുടെ സെൻസ് ഓർഗൻസ് ഒക്കെ നമ്മെ എങ്ങനെ സഹായിക്കുന്നു? അവർ സെൻസ് ഓർഗൻസ് ഹെൽപ്പ് us to know about the things around us. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ്. നോസ് ഹെൽപ്പ് us to smell. സ്മെൽ ക്യാൻ ബി ഗുഡ് ഓർ ബാഡ്. നോസ് ആണ് നമ്മളെ സ്മെല്ല് ചെയ്യാൻ അല്ലെ, സ്മെൽ, മണം ഒക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നോസ് ഉപയോഗിച്ചാണ്. അവിടെ ചിലപ്പം ഗുഡ് സ്മെൽ ഉണ്ടാവാം, ബാഡ് സ്മെൽ ഉണ്ടാവാം. ഓക്കെ, then eyes help us to see. eyes, കണ്ണുകളാണ് കാണാൻ നമ്മെ സഹായിക്കുന്നത്. we can see the size, shape and color of things around us. eyes നമുക്ക് കാണുന്നത് എങ്ങനെയാണ്? നമ്മുടെ കാണുന്ന വസ്തുവിന്റെ സൈസ്, ഷേപ്പ്, പിന്നെ അതിന്റെ കളർ, ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ഐസ് ആണ്. നെക്സ്റ്റ്, ears help us to hear different sounds. ചെവിയിൽ നമ്മൾ പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ ചെവി ഉപയോഗിച്ചിട്ടാണ്. സൗണ്ട്സ് ക്യാൻ ബി ലൗഡ് ഓർ സോഫ്റ്റ്. ഒച്ചത്തിലുള്ള ലൗഡ് സൗണ്ട് ഉണ്ടാവാം, സോഫ്റ്റ് സൗണ്ട് ഉണ്ടാവാം. അടുത്ത, ടങ് ഹെൽപ്പ് us to taste sweet, sour, bitter, salty things. ടങ്, നാക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയുള്ള ടേസ്റ്റ്? സ്വീറ്റ്, മധുരം, സ്വർ എന്താണ്? പുളിപ്പ്, ബിറ്റർ, കയ്പ്, ആൻഡ് സോൾട്ടി, ഉപ്പ് രസം. ഒന്നുകൂടെ, സ്വീറ്റ് മധുരം, സോർ പുളിപ്പ്, ബിറ്റർ കയ്പ്, സോൾട്ടി ഉപ്പ് രസം. ഇതൊക്കെ മനസ്സിലാക്കി തരുന്ന ടങ് ആണ്. And then finally, skin help us to feel hard, soft, hot, cold, smooth and rough. ഈ സ്കിന്നാണ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വസ്തു ഹാർഡ് ആണോ, സോഫ്റ്റ് ആണോ, ഹോട്ട് ആണോ, ചൂടാണോ, തണുപ്പാണോ, നല്ല സ്മൂത്ത് ആണോ, അത് റഫ് ആണോ, എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന സ്കിന്നാണ്. സ്മൂത്ത്, റഫ് സർഫസസ്. വി ടച്ച് തിങ്സ് ടു ഫീൽ ദം. അവയൊക്കെ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ സാധനം ഹാർഡാണോ, ഇത് സോഫ്റ്റ് ആണോ, അയ്യോ ഇത് കോൾഡ് ആണോ, ഹോട്ട് ആണോ, സ്മൂത്ത് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന സ്കിന്നാണ്. അപ്പൊ മനസ്സിലായല്ലോ? നോസ്, ഐസ്, ഇയേഴ്സ്, ടങ്, സ്കിൻ, അവയുടെ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാം എന്റെ മക്കൾക്ക് മനസ്സിലായല്ലോ? എല്ലാവരും മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. ഇനി നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കണം. ഓക്കെ, എന്നാൽ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെയും ബൈ, താങ്ക് യു.